അസം സ്വദേശിയായ 7ാം ക്ലാസ് വിദ്യാർത്ഥിനിയായ മുന്നി ടുഡു ഇന്ന് ഇടുക്കിയുടെ അഭിമാനമായി മാറിയിരിക്കുകയാണ്. കാരണം എന്താണെന്നോ? അടിമാലി ഉപജില്ലാ കലോത്സവത്തിൽ മുന്നി 3 ഭാഷകളിലായി 5 ഇനങ്ങളിൽ എ ഗ്രേഡ് നേടിയിട്ടുണ്ട്. മലയാളം കവിതാലാപനത്തിൽ അയ്യപ്പ പണിക്കരുടെ അഗ്നിപൂജയിലെ വരികൾ അതേ ആർദ്രതയോടും സ്ഫുടതയോടും കൂടിയാണ് മുന്നി പാടിയത്. ആൺമയിൽ പീലിയിൽ മാരിവിൽ ചാർത്തിനി ആൺകുയിൽ കണ്ഠം പ്രണയാർദ്രമാക്കി നീ ദുഷ്ടപൂർവങ്ങളല്ലാത്തോരനുഭവ സിദ്ധികൾ മുക്കുവക്കിടാത്തനു നൽകിയും സൃഷ്ടിയും സംഹാരവും ഒരുമിപ്പിച്ചു വൃഷ്ടിയും വേനലും കൂട്ടിക്കൊരുത്തു നീ. സന്താളി ഭാഷക്കാരിയായ മുന്നിയുടെ ജീവിതം ഇടുക്കിയുടെ മലനിരകളിൽ പുതിയ അർത്ഥം കണ്ടെത്തി. അമ്മ ഊർമിള ജോലി തേടി മക്കളുമായി എത്തിയതാണ്. ജീവിതം പ്രതിസന്ധികളിലായിരുന്നു. ഉട്ടോപ്യ സസ്റ്റൈനബിൾ സൊസൈറ്റി അംഗവും മലയാളം അധ്യാപികയുമായ ബിൻസി ടീച്ചറുടെ അരികിൽ എത്തിപ്പെട്ടതോടെ മുന്നിയുടെയും സഹോദരിയുടെയും ജീവിതം മാറിമറിഞ്ഞു. കുറച്ചു നാളുകൾക്കുള്ളിൽ തന്നെ അവർ മലയാളം വായിക്കാനും എഴുതാനും സംസാരിക്കാനും തുടങ്ങി. ഞങ്ങൾക്ക് ലിറിക്സ് എല്ലാം മിൻസിയമ്മ എഴുതി തരും. അപ്പോൾ ഞങ്ങൾ കേട്ടും കൂടിയും പിന്നെ വായിച്ചും എല്ലാം പഠിക്കും. സോ ഞങ്ങളിങ്ങനെ കേട്ട് 1 വർഷം 2 വർഷമൊക്കെ ആയി ഞങ്ങൾ പഠിച്ചു. മലയാളം കവിതാലാപനം, ഉറുദു പദ്യം ചൊല്ലൽ, ഹിന്ദി കഥാരചന, തിരുവാതിരപ്പാട്ട്, ഉറുദു സംഘഗാനം എന്നിവയിൽ അടിമാലി ഉപജില്ലാ കലോത്സവത്തിൽ മുന്നി എ ഗ്രേഡ് നേടി. വളരെ പെട്ടെന്ന് പഠിക്കുന്ന കുട്ടികളാണ്. അവരത് വളരെ മനോഹരമായി തന്നെ ചൊല്ലി അവതരിപ്പിക്കുകയും ചെയ്യും. ഇവർ കേരളത്തിൽ എത്തിയതിന് ശേഷം മലയാളം വളരെ നല്ല രീതിയിൽ തന്നെ സംസാരിക്കുവാനും എഴുതുവാനും ഒക്കെ അവർ പഠിച്ചിരുന്നു. പിന്നെ കുറച്ചും കൂടി അവരെ ഒന്ന് തെളിച്ചെടുക്കുവാനുള്ള ചില കാര്യങ്ങൾ, ചില വർക്ക്ഷോപ്പുകളൊക്കെ കൊടുക്കുകയും അവരുടെ ക്രിയേറ്റീവ് റൈറ്റിംഗ് സ്കിൽസിനെ കുറച്ചുകൂടി വിപുലീകരിച്ചെടുക്കുവാനുമുള്ള ശ്രമമേ ഉണ്ടായിട്ടുള്ളൂ. മലയോരം മണ്ണും വാരി പുലരോളം കുയിലും പാടി 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 നടന്ന പാട്ടെല്ലാം കൂട്ടിനും എത്തി രാവോളം പുലരോളം വാനോളം കഥകൾ മാത്രം രാവോളം പുലരോളം വാനോളം കഥകൾ മാത്രം. കായിക ഇനങ്ങളിലും വാദ്യോപകരണങ്ങളിലും മുന്നി മികവ് തെളിയിച്ചിട്ടുണ്ട്. ബാഗുകളും അലങ്കാര വസ്തുക്കളും കൈത്തൊഴിലായി ചെയ്താണ് പഠന ചെലവ് മുന്നി കണ്ടെത്തുന്നത്. മാതൃഭൂമി ന്യൂസ്, കുമളി. നിതിൻ തോമസ് ആണ് നമ്മളോടൊപ്പം ഉള്ളത്. നിതിൻ മറ്റൊരു നാട്ടുകാരിയാണ് എന്ന് പറയത്തില്ല, കുറെ നാളുകളായി ഇവിടെയുണ്ട്. ശരിയാണ്, അതിനനുസരിച്ച് പെട്ടെന്ന് പഠിക്കുന്ന കുട്ടിയാണ്, നല്ല മിടുക്കിയാണ് എന്ന് അധ്യാപിക തന്നെ പറയുകയും ചെയ്യുന്നുണ്ട്. അപ്പോൾ അതിൻ്റെതായിട്ടുള്ള ഒരു പരിശീലനമൊക്കെ അവക്കുണ്ട്. കവിതകളൊക്കെ മനോഹരമായിട്ട് തന്നെ പാടുന്നുണ്ട്, ആ സ്ഫുടതയോടുകൂടി തന്നെയല്ലേ. അതോടൊപ്പം തന്നെ മറ്റു പല ഭാഷകളിലുമൊക്കെ ആ കലോത്സവത്തിൽ നേട്ടങ്ങൾ കൈവരിച്ചിരിക്കുകയാണ്. ചില ജീവിത പ്രശ്നങ്ങളൊക്കെ ഉണ്ട്, അപ്പോഴും വിദ്യാഭ്യാസം, ആ ഒരു കഴിവ്, അത് ഭാഷ, അതിനെല്ലാം കൈവിടാതെ തന്നെ അവൾ മുന്നിലേക്ക് കൊണ്ടുപോകുന്നുണ്ട്. പെട്ടെന്നൊരു മലയാള കവിത ചൊല്ലാൻ പറഞ്ഞാൽ ഒരുപക്ഷെ മലയാളികളായ നമ്മളൊക്കെ ഒന്ന് ആശങ്കപ്പെടും. കാരണം ചെറുപ്പത്തിലൊക്കെ ഈ കവിതകൾ പഠിച്ചിട്ടുണ്ട്, ചൊല്ലിയിട്ടുണ്ട്, കലോത്സവത്തിലൊക്കെ പങ്കെടുത്തിട്ടുള്ളവരായിരിക്കാം നമ്മളിൽ ഭൂരിഭാഗം ആളുകളും. പക്ഷെ പെട്ടെന്ന് ഇപ്പോൾ ഒന്നൊരു മലയാള കവിത ചൊല്ലാൻ പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളൊന്ന് ആശങ്കപ്പെടും. പക്ഷേ മലയാളികളായ നമ്മൾ ആശങ്കപ്പെടും. പക്ഷേ ഒരു മലയാളി അല്ലാത്ത അസം സ്വദേശിയായ സന്താളി ഭാഷക്കാരിയായ മുന്നിയോട് ഏത് പാതിരാത്രിയിലും ഒരു മലയാള കവിത ചൊല്ലാമോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അവൾ നല്ല ഉഷാറായിട്ട് നല്ല അക്ഷരസ്ഫുടതയോടുകൂടി തന്നെ ചൊല്ലും. ഇപ്പോൾ പഠിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് തന്നെ ഉപജില്ലാ കലോത്സവത്തിൽ എ ഗ്രേഡ്, മലയാള കവിതാ ആലാപനം ഉൾപ്പെടെ 5 കാര്യങ്ങൾക്ക് അവൾ എ ഗ്രേഡ് നേടിയിരിക്കുകയാണ്. പഠനത്തിന് വേണ്ട ചെലവുകളും മറ്റും കണ്ടെത്തുന്നത് എന്ന് പറയുന്നത് ഇത്തരത്തിലുള്ള ബാഗുകളും അതുപോലെ തന്നെ ചെറിയ കരകൗശല വസ്തുക്കളും ഒക്കെ ഉണ്ടാക്കി വിറ്റാണ് പഠനത്തിന് ആവശ്യമായ ചെലവുകൾ കണ്ടെത്തുന്നത്. അമ്മയ്ക്ക് ചെറിയ ജോലിയാണ്, അപ്പോൾ അമ്മയെ അധികം ബുദ്ധിമുട്ടിപ്പിക്കാതെ തനിക്കും തന്റെ സഹോദരിക്കും ആവശ്യമായ പഠനത്തിന് ആവശ്യമായ ചെലവുകളൊക്കെ കണ്ടെത്തുന്നത് പോലും അങ്ങനെയാണ്. തീർച്ചയായിട്ടും. ശരിക്കും ഇതിന്റെ ആ സ്റ്റോറിയിൽ ഏറ്റവും ഒടുവിലേക്ക് പോകുമ്പോൾ നമ്മൾ വീണ്ടും അത്ഭുതപ്പെട്ടു പോകും. കാരണം നല്ലതായിട്ട് ചിത്രമൊക്കെ വരച്ചു വെച്ചിട്ടുണ്ട്, മറ്റു പല കാര്യങ്ങളൊക്കെ നിർമ്മിക്കുന്നുണ്ട്. അപ്പോൾ നിതിൻ പറഞ്ഞപ്പോഴാണ് നമ്മൾ ആ സ്റ്റോറിയിൽ കണ്ടത് മാത്രമല്ല, അതിനപ്പുറത്തേക്കും ഒരുപാട് കഴിവുള്ള കുട്ടിയാണ്, നല്ലതുപോലെ പഠിക്കും, കായിക ഇനങ്ങളിലൊക്കെ മിടുക്കിയാണ്, ചെണ്ടമേളത്തിൽ നല്ല രീതിയിൽ അത് കൈകാര്യം ചെയ്യുന്നുണ്ട്, വരയ്ക്കുന്നുണ്ട്, മറ്റു വസ്തുക്കളൊക്കെ നിർമ്മിക്കുന്നുണ്ട്. അതിലൂടെ തന്നെ ഉപജീവന മാർഗം, വിദ്യാഭ്യാസത്തിന് വേണ്ടിയിട്ടുള്ള ചെലവുകളൊക്കെ കണ്ടെത്തുന്നു എന്ന് പറയുമ്പോൾ ഉറപ്പായിട്ടും കഴിവുള്ള കുട്ടി, അതിനപ്പുറത്തേക്ക് അഭിമാനിക്കാൻ പാകത്തിന് ഉള്ള ഒരു വ്യക്തി കൂടിയാണ് മുന്നി എന്ന് നമുക്ക് ഉറപ്പായിട്ടും പറയാം.